എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മയെ ഉമ്മയുടെ കയ്യിലേക്ക് നമ്മളെ കിട്ടിയപ്പോഴാ നമുക്ക് നമ്മളോടുള്ള സ്നേഹമുണ്ടായതെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അപ്പൊ എന്തുണ്ട്? ഉണ്ട്, വിശേഷമുണ്ട്, സന്തോഷമായി, അൽഹംദുലില്ലാഹ്. പിന്നെ നമുക്കങ്ങോട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അല്ലേ? 2 മാസം സുബ്ഹാനല്ലാഹ് ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചാലും അതിന് മരുന്നില്ല. ഏതിന്? ഏതാ? അതന്നെ. ആക്റ്റീവായ ആളുകൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെ പറഞ്ഞ് ആരാ ആക്റ്റീവ് ആവാത്തത്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എടുത്തങ്ങ് മറിക്കുക, ഒന്നും കഴിക്കണ്ട. ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ ഉടനെ തന്നെ ഡബിള്. ഒരു പഴം കഴിച്ചാൽ 3 പഴം. നീ ഒരു പഴമല്ലേ കഴിച്ചോളൂ. ഇതിപ്പോ പഴം 3 പുറത്ത് വന്നല്ലോ. അതൊന്നും എനിക്ക് അറിയാൻ വയ്യ, മച്ചാ കിടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചെറുതില് ഒരു സ്ഥലത്ത് ട്രീറ്റ് ഇല്ല. എന്താണെന്നറിയോ എന്റെ ഒരു ശാസ്ത്രം? ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ഒരു പെണ്ണ് ആ സമയം മുന്നോട്ട് പോയാൽ അവൾ ഉള്ളിൽ കിടക്കുന്നതിനെ ഛർദ്ദിച്ചു പുറത്തു കൊണ്ടുവരും, ബീജത്തുള്ളി. പിന്നെ കുഞ്ഞുങ്ങളെ ദുനിയാവിലുണ്ടാവില്ല. അവൾക്ക് ഇതിനെ ഇളക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യം കുറച്ച് ഒന്ന് ഉറയ്ക്കുന്നത് വരെ ഇല്ലാതിരിക്കണം. അതിനുവേണ്ടി പടച്ചവൻ വെച്ച ഒരു സംവിധാനമാണ് ഈ ചെറുതിൽ. ക്ഷീണിച്ചവിടെ കിടക്കും, ആവതുണ്ടാവില്ല. അതുകൊണ്ട് പെങ്ങളെ, നീ വിഷമിക്കേണ്ടതില്ല. നിനക്ക് വലിയ ദർജയാണ് അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഛർദിന്റെ രഹസ്യം മനസ്സിലായോ? ഛർദിലില്ലാതെ കഴിക്കുന്നതൊക്കെ കൂടെ ദഹിച്ച് നല്ല ആരോഗ്യത്തിലും ഇരുന്നാണ്ടല്ലോ, നമ്മളൊന്നും ചിരിച്ചോണ്ടിരിക്കൂല. ഇവിടെ ഇവര് മാത്രമേ കാണത്തുള്ളൂ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ രൂപപ്പെട്ടു വരുന്നതിന്റെ ആദ്യ സമയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായതുകൊണ്ട് അതിനിളക്കം തട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് ആരോഗ്യം ഒന്ന് കുറയ്ക്കുന്നതാണ്, ഒന്ന് ക്ഷീണിപ്പിക്കുന്നതാണ് ഈ ഛർദിൽ എന്ന് പറയുന്ന ഓപ്ഷൻ. എല്ലാ പടച്ചവനെ വെറുതെ ഞാൻ ഛർദിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദുനിയാവിൽ പട്ടിണി കിടന്ന ആരെങ്കിലും നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഈ ഉമ്മയല്ലാതെ നമുക്ക് വേണ്ടി പട്ടിണി കിടന്നവരാരാ? നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന് ആരുണ്ടാവൂല. ഉമ്മയല്ലാതെ വേറെ ആരുണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ദിവസങ്ങൾ എത്രയാ പട്ടിണി കിടന്നത്. ഉമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ പരിസരത്തോട് കൊണ്ടുപോവുകയാ. ഉമ്മ യാത്ര പോകുന്നില്ല, പലയിടത്തും പോകണമെന്ന് നേരത്തെ കലണ്ടറിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ സമയം ഇതായതുകൊണ്ട് നമുക്ക് വേണ്ടി യാത്ര പോകാത്ത ഉമ്മ, ഭക്ഷണം ഒഴിവാക്കുന്ന ഉമ്മ ആരാ പറയാറുള്ളത്? ആരുടെ പേരാ പറയാറുള്ളത്? നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന നമ്മളെ കണ്ടിട്ടുണ്ടോ? ആ അവയവം രൂപപ്പെട്ട് വന്നിട്ടുണ്ടോ? ഉമ്മയുടെ ഗർഭഗൃഹത്തിൽ നമ്മൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ടോ? അതിനു മുമ്പ് തന്നെ നമ്മളെ പരിപാലിച്ചു തുടങ്ങുന്ന നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ. 4 ആഴ്ചയാവുമ്പോ ഒരു സംഭവം വർക്ക് ചെയ്ത് തുടങ്ങും. ഏതാ? ഏത്? അയ്യേ ഉസ്താദ് ഇവിടെ പറയാൻ അതൊന്നും അല്ല. നിങ്ങൾ നല്ലൊരു ചിന്തിക്കും മനുഷ്യന്മാരെ. ഹൃദയം പമ്പ് ഹൗസ്. ഒരു മനുഷ്യന്റെ ഹൃദയം മാതാവിന്റെ ഗർഭാശയത്തിൽ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത്? വർക്കിംഗ് കണ്ടീഷൻ 4 ആഴ്ച, 4 മാസം അല്ല, 4 മാസത്തിൽ വേറെ സംഭവം വരാനുണ്ട്. 4 ആഴ്ച മുതൽ പമ്പ് ഹൗസ് വർക്ക് ചെയ്തു തുടങ്ങി. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ? ഈ പമ്പ് ഹൗസ് റെഡി ആയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തർത്തിപ്പാകാൻ. തുടിപ്പ് തുടങ്ങി. 4 മാസമായപ്പോ അല്ലാഹു തആല റൂഹിനെ തന്നു, റൂഹിനെ കൊടുത്തു. അപ്പൊ രാത്രി ഇവിടെ എന്താ ഭർത്താവിനെ വിളിക്കാൻ? മച്ചാൻ നിൽക്കാൻ എന്താ വിളിക്കാൻ? രണ്ടും പറയും. ചെറിയൊന്നും പറയരുത്, നല്ലത് മാത്രം പറയണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാധുക്കളാണ് കേട്ടങ്ങള്. നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് വേണ്ടി പകലന്തിയോളം പട്ടിണി. ഞാൻ പറഞ്ഞില്ല, റബ്ബറിന്റെ പാല്. റബ്ബറൊക്കെ ഉണ്ട് അവിടെ, പിടിച്ചിട്ട് കിട്ടുന്നുണ്ടോ? അല്ലാഹു തആല നല്ല വില തരട്ടെ. അപ്പൊ അങ്ങനെ ഒരുപാട് പണിപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ പാടത്തും പറമ്പിലും കൃഷിയായിട്ടും അല്ലാതെയൊക്കെ ഓടി തളർന്നു വരുമ്പോ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങള് പിന്നെ ഒരു കയ്യിൽ കത്തിയും മറ്റേ കൈ അവിടെ കരിയും ഇവിടെ ചമ്മന്തിയൊക്കെ ആയിട്ട് നിന്ന് കഥ തുറന്നാൽ അവരുടെ ഉള്ള വിഷമം കൂടുകയുള്ളൂ. നിങ്ങളൊന്ന് വൃത്തിയായി സന്തോഷത്തോടെ വേണം അവിടെ സ്വീകരിക്കാൻ. നമുക്ക് കുടുംബജീവിതം പറയുമ്പോൾ പറയാം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനുണ്ട്. എല്ലാം വീട്ടിൽ തന്നെ തീരണം. നമ്മളാകെ പോയി ആലിക്കെടുത്ത് അവിടെ പിടിച്ചു പറയാ ഇവിടെ എല്ലാം ഇടങ്ങാറായി വന്ന് ദേഷ്യപ്പെട്ടെല്ലാം ഇടങ്ങാറായി വീട്ടിൽ ഇങ്ങോട്ട് വന്നു കയറുന്നൊരു സമാധാനത്തിനാണ്.
സുബ്ഹാനല്ലാഹ്, 100 കാര്യങ്ങൾ കൊണ്ട് തല പെരുത്തിട്ട് നമ്മൾ വന്ന് കോളിംഗ് ബെല്ലടിക്കും. ആ ഭാര്യ വന്ന് തുറക്കും. തുറന്ന് കാണുമ്പോൾ രാത്രി 9:30 അല്ലെ 9 മണി. തുറന്ന് കാണുമ്പോഴോ ഒരു കയ്യിൽ പിച്ചാത്തി, മറ്റേ കൈ ചട്ടുകം, ഇവിടെ ചമ്മന്തി, അവിടെ കരി, ഇവിടെ എല്ലാം കൂടെ ഒരു ഭദ്രകാളി ലുക്ക്. ഇത് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖം കൂടുവോ അതോ വലിയ സന്തോഷം വരുമോ? മറിച്ച് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയം ഒരു 9:30 മണിക്ക് എന്തായിരുന്നാലും മൂപ്പര് വരുമെന്നറിയാം. ആ സമയം പോയി വൃത്തിയാകുന്ന റാഹത്തായി നിന്ന് ഉള്ള ഗ്ലാമർ മതിയോ, എനിക്ക് കറുപ്പ് മതി, കറുപ്പിന് 7 ഇടകാന്നാ പറയുന്നത്. ഉള്ള കറുപ്പായിരുന്നാലും ഏത് കളറായിരുന്നാലും റാഹത്തായിട്ടൊന്ന് ഒരു സോപ്പിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴിയാ വരുന്ന സമയത്ത് എന്റെ അടി അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കഥ തുറന്നിട്ട് ഒരു ചിരിച്ചാണ്ടല്ലോ, ആ വിഷമമൊക്കെ എവിടെ പോയി? എന്തുവാ നല്ല റാഹത്താണ്. അത് കണ്ടാൽ മതി, വേറെ ഒന്നും വേണം. നിങ്ങൾ ഒരു നിധിയും കൊടുക്കണ്ട അവർക്ക്. ഈ ഒരു വൃത്തിയോടുകൂടി ഒരു പുഞ്ചിരി, ഒരു സന്തോഷം. പിന്നെ അവിടെ എന്താമത്തെ ഒരു വിഷമം പോലെ ഇതും കൂടെ ചോദിച്ചാൽ പിന്നെ പറയാനില്ല. മുത്തും പഴമൊക്കെ വിളിക്കും വാട്സാപ്പിൽ, ഏതെങ്കിലും ഊരും പേരും അറിയാത്തവനുമായിട്ട്. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, അള്ളാഹു തആല എല്ലാ കബൂലാക്കി കൊടുത്ത ഈ ഭർത്താവിനോട് അല്ലെങ്കിൽ ആ ഭാര്യയോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സൊല്ലാത്തത്? അതിന് സൊല്ലാൻ ആർക്കും ആ ഒരു അല്ലേ, ഹലാലാക്കി തന്നതിനോട് ഒരു ഐ ലവ് യു പറഞ്ഞ ആളുകൾ എത്രയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ എത്രയായി? ചിന്തിക്കണം, നിസ്സാര വിഷയമല്ല ഇത്. സൈക്കോളജിസ്റ്റുകൾ, ഞാൻ വേറെ വിഷയത്തിന് പോല, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. സ്വന്തം ഭാര്യയോട് നമ്മുടെ ഇഷ്ടം തുറന്നു പറഞ്ഞവർ എത്ര പേരുണ്ട്? ഓരോ മഹലിന്റെ മേശപ്പുറങ്ങളിലും വിവാഹമോചനത്തിന്റെ അപേക്ഷകളുടെ ലിസ്റ്റുകൾ കൂടി വരികയാണ്. ഒന്ന് നിസ്സാരമായിട്ടൊന്ന് ചിന്തിച്ചാൽ, ഒന്ന് ഇടപെട്ടാൽ മതി. ഇന്നൊരു ഒരു എന്താ പറയാ, ഇന്നത്തെ മോഡലായി മാറിയിരിക്കുകയാണ്. കുറെ നാള് പ്രേമിച്ച് നടക്കുക, വിവാഹം കഴിക്കുക, അടുത്ത ദിവസം യാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ഗുഡ് ബൈ, അങ്ങോട്ട് ഇങ്ങോട്ട്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അതിനൊക്കെ വളരെ വ്യക്തമായ സൊല്യൂഷൻ അള്ളാഹുവിന്റെ ദീൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ 4ാമത്തെ മാസം ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് നമ്മൾ കരോട്ടെ, ബ്ലാക്ക് ബെൽറ്റും, കുങ്ഫു, ജൂഡോ, കളരി, കുതിരപ്പയറ്റ്, എന്താ ഇങ്ങോട്ട് ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട് കരോട്ടയുടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കർബല ഞാൻ നോക്കി, ആരാന്നറിയാൻ വയ്യ. എന്തായാലും അള്ളാഹു അനുവദിച്ച ആയോധന കലകളൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത്രല്ലേ നമ്മൾ കൊടുത്തു വരക്കാൻ പറ്റും. വെറുതെ ഒന്ന് ചോദിച്ചതാ, തന്നെ എനിക്കറിയാം, വലിയ സമയമായിട്ടില്ലല്ലോ. അപ്പൊ എന്തായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് കരോട്ട തുടങ്ങി. അപ്പോഴോ രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട്, മച്ച എന്താ ഇക്ക, എന്താടി നീ പറ, വയറ്റില് അനക്കമുണ്ട്. 4 മാസമായി നീ ആള് കുതിച്ചാട് അകത്ത് കിടന്ന്. സുബ്ഹാനല്ലാഹ്, വലിയ സന്തോഷാണ്. നമ്മുടെ ഉമ്മാന്റെ നമ്മളെ ഇന്നുവരെ കണ്ടിട്ടില്ല. ആണാണോന്ന് അറിയില്ല, പെണ്ണാണോന്ന് അറിയില്ല, നമുക്ക് അംഗവൈകല്യമുണ്ടോന്ന് അറിയില്ല. അല്ലാഹു നല്ല ആരോഗ്യമുള്ള മക്കളെ തരട്ടെ. പക്ഷെ ആ മക്കളെ സ്നേഹിക്കുന്ന ഉമ്മ, പ്രിയപ്പെട്ട പിതാവ് കൂർക്കം വലിച്ചിറങ്ങുമ്പോഴും ആ ഗർഭസ്ഥ ശിശുവിന്റെ ആ വയറ്റിന്റെ മുകളിലൂടെ തലോടി ആ പ്രിയപ്പെട്ട മാതാവ് എത്രല്ലാമോ ഏതെല്ലാമോ പാതിരാത്രികളിൽ നിന്നെ കാണാതെ ആ ശരീരത്തിന്റെ തൊലിപ്പുറത്തുകൂടി വിരലോടിച്ച് നമ്മളെ സ്നേഹിച്ച പ്രിയപ്പെട്ട ഉമ്മ വെറുതെയല്ല മക്കളെ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്, ഉമ്മാന്റെ ചുവട്ടടിയിലാണ് നിനക്കുള്ള സ്വർഗ്ഗം. പൊന്നുമോനെ, അവർക്ക് ഖിദ്മത്ത് ചെയ്യലില്ല, അവർക്ക് സന്തോഷം കൊടുക്കലില്ല, അവരെ സ്നേഹിക്കില്ല, സേവിക്കില്ല. നിന്റെ സ്വർഗ്ഗമുള്ളത് ഔക്കമാക്കാൽ റസൂലുള്ളാഹി അല്ലാഹു ഒരുത്തനെ വിടൂല. അത്ര വലിയ രാജാവാണെങ്കിലും ഉമ്മാനെ ഉപ്പാനെ പരിഗണിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ പെട്ടെന്ന് പറയുന്നത് 1 മാസം പറയേണ്ടതാ. ഇപ്പൊ എന്താ പറയുന്നത് നമ്മളെ കാണുന്നതിന് മുമ്പ് ഉമ്മ നമ്മളെ സ്നേഹിച്ച കാര്യം പറയുന്നത്. അത് 2 ദിവസം ആയത് വേറെ പറയണ്ട, പെട്ടെന്ന് പറഞ്ഞു വേണം. കാരണം എന്താ, ഇപ്പൊ അങ്ങോട്ട് ഛർദിച്ചു തുടങ്ങിയതുള്ളൂ. മാസം 4 ആയി, പെട്ടെന്നായത്. അതാ പറഞ്ഞത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താ ഒരു ഇഷ്ടക്കുറവ് പോലെ ആയിക്കോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സന്തോഷം ഉണ്ടായിക്കോട്ടെ. എന്താ പറഞ്ഞാലും സന്തോഷം ഉണ്ടാകുന്ന അത് നമ്മൾ പറയുന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചാൾ മുമ്പോട്ട് പോയി. ഉമ്മാന്റെ വയറ്റിൽ അനക്കമില്ല. ബാബു നമുക്ക് ഗർഭിണികളായ സഹോദരിമാർക്ക് സന്തോഷമുള്ള പ്രസവം കൊടുക്കുമാറാകട്ടെ. 2-3 ദിവസത്തിന് മുമ്പ്
5 മാസമായ വളർച്ചയെന്ന ഒരു കുഞ്ഞ് അകത്ത് കിടന്ന് മരണപ്പെട്ട് ഓപ്പറേഷന് വേണ്ടി കാത്തു കിടന്ന് 2 or 3 മാസം വളരെ പ്രയാസപ്പെട്ട് കണ്ണുനീരോടെ കുടുംബം കിടന്നിട്ട് ഇന്നലെയോ മെലിഞ്ഞാനോ അത് പ്രസവിച്ചു പോയ ആ വേദനയും വെപ്രാളവും വിഷവും ആ പള്ളിക്കാട്ടിൽ 5 മാസം പ്രായമുള്ള ചോരക്കുഞ്ഞിനെ മാംസപിണ്ഡത്തെ കൊണ്ടടക്കിയ ആ കുടുംബത്തിന്റെ അവസ്ഥ എത്രയായിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെയും ഒരു സഹോദരൻ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ബ്ലഡ് കുറവാണ്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം, കരുനാപ്പള്ളി ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെയും പറഞ്ഞു എന്തെല്ലാം ഗർഭസ്ഥ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് അടിമുടി അത് അടിക്കടി വരുന്നത്. അല്ലാഹു തആല ഗർഭിണികളായ സഹോദരിമാർക്ക് സന്തോഷമുള്ള പ്രസവം കൊടുക്കുമാറാകട്ടെ, സന്തോഷമുള്ള പ്രസവം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വയറ്റിൽ അനങ്ങുന്നില്ല. അപ്പോഴോ ഒരു ദിവസം അവര് അതിന്റെ സമയമൊന്നും നമുക്കറിയില്ല, അത് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. എത്ര സമയം കഴിഞ്ഞപ്പോ അനങ്ങുന്നില്ല. ഒരു മഖൂഫായ ഹാലത്തിൽ പറഞ്ഞാൽ പേടിക്കപ്പെടേണ്ട ഒരു അവസ്ഥ എത്തുന്നു. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ഭർത്താവിനോട് പറയുന്നു, എന്റെ വയറ്റിൽ അനക്കമില്ല, എനിക്ക് എന്തോ ബേജാറാവുന്നു. നമ്മൾ കുറച്ച് ഹാർഡാണല്ലോ, കുറച്ച് കട്ടിയുള്ള ആളുകളാണ്, അതുകൊണ്ട് അവിടെ കിടക്കുകയാണ്. ആള് നല്ല വമ്പത്തി ആയിരിക്കും, അവിടെ അടങ്ങിച്ചിരി കിടന്ന് ഉറങ്ങാൻ നീ സമാധാനം കൊണ്ട് അതൊക്കെ ചാടി കളിച്ചോളും, വിഷമമൊന്നുമില്ല എന്നൊക്കെ പറയും. നമ്മൾ സമാധാനിപ്പിക്കും. എന്നാലും നമുക്ക് ബേജാറാണ്. സുബ്ഹാനല്ലാഹ് അടുത്ത ദിവസം ഇത് കരയാണ്. എന്താ ഞാൻ ജോലിക്ക് പോകണ്ടേ, എന്താ കൈപ്പുഴ വിടുന്നില്ല, എന്റെ വയറ്റിൽ അനക്കല്ല, എനിക്കെന്തോ വിഷമാകുന്നു, ബേജാറാവുന്നു, സമാധാനമില്ല. എന്നാ ഒരുങ്ങുന്ന ഹോസ്പിറ്റലിൽ നമ്മുടെ ഉമ്മ ആരെക്കുറിച്ച് ഓർത്ത് കരയുന്നു? പറയും മക്കളെ, ആരെക്കുറിച്ച്? എന്നെയും നിങ്ങളെയും കുറിച്ച് ഓർത്ത്, എന്നെയും നിങ്ങളെയും കുറിച്ച് ഓർത്ത് ഉമ്മ കരയുന്നു. കണ്ടിട്ടില്ല, ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള അനക്കം നിന്ന് പോയപ്പോ പൊട്ടി പൊട്ടി കരയുന്ന പ്രിയപ്പെട്ട ഉമ്മ വാപ്പാന്റെ കൈ പിടിച്ച് ഗൈനക്കോളജിസ്റ്റ് അടുക്കലേക്ക് പോവാൻ ചെക്കപ്പ് നടത്തി സ്കാൻ ചെയ്തു. 2 പേരും ശ്വാസം അടക്കി പിടിച്ചിട്ട് ഡോക്ടറുടെ മേശയുടെ പുറത്ത് 2 ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ ഭവ്യതയോട് ആദരവാണ്. ഡോക്ടറിന്റെ മുമ്പിൽ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നു, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, നല്ല റാഹത്തായിട്ട് കുഞ്ഞു വയറ്റിലുണ്ട്, ആളിന്നത് സമാധാനിച്ച് കിടക്കുന്നേ ഉള്ളൂ, നല്ല റാഹത്തായിട്ട് കുഞ്ഞു വയറ്റിലുണ്ട് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്തിരിക്കുന്ന ഉമ്മാന്റെ കൈ പിടിച്ച് മുറുക്കിയിട്ട് ഉമ്മാന്റെ ഒരു കരച്ചിലുണ്ട്. എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട് കരയാ. ആ കരച്ചിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എനിക്കും നിങ്ങൾക്കും ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ല, റാഹത്താണ് എന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ടൊരു കരച്ചിലുണ്ട്. സാരിത്തുമ്പ് കൊണ്ട് കൈലേസ് കൊണ്ട് തുടച്ചിട്ട് ആ പടിയിറങ്ങി ഉമ്മ പലവട്ടം പലപ്പോഴും പോയിട്ടുണ്ട്. ഇതൊന്നും പ്രിയപ്പെട്ട മാതാപിതാക്കളെ അടിക്കുന്ന, തൊഴിക്കുന്ന, തെറിവിളിക്കുന്ന പുതിയ തലമുറയുടെ പരിഷ്കാരത്തിന്റെ മേച്ചിൽ പുറങ്ങളേറിയ മക്കൾക്ക് പറഞ്ഞാൽ പിടിക്കൂല, അറിയില്ല, ചിന്തിക്കാൻ സമയമില്ല. എന്തുമ്മ, എന്തു അപ്പ, എന്ത് അമ്മ, എന്ത് അച്ഛൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ മറക്കാനൊക്കും ഇവരെ? അങ്ങനെ മറന്നാൽ ഏത് ദൈവമാണ് നിങ്ങളോട് കരുണ ചെയ്യുക? അതുകൊണ്ട് ചിന്തിച്ചു കൊള്ളുക, അല്ലാഹു വെറുതെ വരില്ല. സന്തോഷായി അല്ലേ? സന്തോഷം കൊണ്ടാ കരഞ്ഞത്. അങ്ങനെ അറിയില്ലേ? സന്തോഷം കൊണ്ട് കരയില്ലേ? കരയും. ഞാൻ മുമ്പൊരു നിക്കാഹിനിരുന്നപ്പോ ശ്രദ്ധിച്ചോളൂ, സന്തോഷം കൊണ്ട് കരഞ്ഞൊരു സംഭവം പറയാം. നിക്കാഹിരുന്നു, ഞാനാണ് നിക്കാഹ് കൊടുക്കുന്നത്. അങ്ങനെ വലിയ വാപ്പയാണ്, പെണ്ണിന്റെ വാപ്പയാണ്. പുതിയ അപ്പുറത്തുണ്ട്, 2 പേരുടെയും കൈ പിടിച്ച് വെച്ചിട്ട് ആരോട് സലാത്ത് സലാമൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിന്റെ വാപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങോട്ട് ചെറുക്കനോട് പറയാൻ. എന്ത്? ഉസബിജുക്ക. അപ്പൊ വാപ്പ ഞാൻ പറയാ, ആ സദസ് സ്തംഭിച്ചു പോയി. ആളുകൾ ഇത്രയും മനുഷ്യന്മാരില്ല, നിക്കാഹിന്റെ സദസ്. ഞാൻ വിചാരിച്ചു എന്താ കുറച്ചവന് മൂപ്പര് കാര്യം പറഞ്ഞു പിന്നെ കരച്ചില്ല, കിട്ടുന്നില്ല, പിടിച്ചിട്ട് കിട്ടുന്നില്ല. കൊച്ചും പ്രയോഗമൊക്കെ പോയി. എന്റെ അനുഭവം പറയാം, സദസ്സിലെ ഭയങ്കര കരച്ചില്ല. ഞാൻ വിചാരിച്ചു പുതിയാപ്പിള ഇനി വല്ല ജിമ്മിലൊക്കെ പോയി വല്ല പാവപ്പെട്ടവനെ കയ്യങ്ങളും പിടിച്ച് ഞെരിച്ചോ നോക്കിയപ്പോ ഒന്നും കുഴപ്പമില്ല, എല്ലാം റിലാക്സ് ആയിട്ടിരിക്കുകയാണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു പരുവത്തിൽ നിക്കാഹെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ആരോടോ ചോദിച്ചു, എന്താണ് ആ സഹോദരൻ ഇത്ര കരഞ്ഞത്? ഒരു പാവാണ്, വളരെ പ്രയാസമാണ്, പറമ്പിലൊക്കെ കൃഷിക്കും ഇവിടുത്തെ പണിക്കൊക്കെ പോയിട്ട് എത്രയോ നാളായി ഉണ്ടാക്കി വെച്ച ചില്ലറ പലരോടൊന്നും കടമിടാൻ വാങ്ങിയിട്ടാണ്. ആ മോളുടെ നിക്കാഹിന്റെ സമയം അല്ലാഹു എനിക്കൊന്ന് അനുഗ്രഹം, ആ
സന്തോഷത്തെ കുറിച്ച് ഓർത്തിട്ട് ഉപ്പ കരയാണ്. ഉപ്പാനോടുള്ള കടമ അല്ലേ? 18 വയസ്സ് വരെ താലോലിച്ചപ്പോ അല്ലേ, 18 ഏതോ ഒരു മരം കയറിയോടൊപ്പം ഇറങ്ങിപ്പോകുന്ന അള്ളാഹു വെറുതെ വിടുവോ? എന്റെ കണക്കുകളുണ്ട്, വളരെ കൃത്യമായ ക്രൈം ബ്യൂറോ റിപ്പോർട്ട് ചെയ്ത കണക്കുകളുണ്ട്. പറഞ്ഞാൽ അത് ഒരു ദിവസം പറയേണ്ടതാണ്. സൈബർ ലോകത്തിലെ യുവത അത് പ്രത്യേകം പറയേണ്ടതാണ്. ഒരാള് പോലും സന്തോഷത്തോടെ ജീവിച്ച ഹിസ്റ്ററി ഇല്ല. ഉമ്മാനെ ഉപ്പാനെ അമ്മ അച്ഛനെ കണ്ണുനീരിലാക്കി ഇറങ്ങിപ്പോയവർ. പക്ഷെ അകത്തളത്തിലുള്ള പ്രതിസന്ധികൾ പുറത്തറിയുന്നില്ല എന്നേ ഉള്ളൂ. അറിയുന്നതോ എവിടെയെങ്കിലും അവസാനം റെയിൽവേ ട്രാക്കിലുണ്ടാവും, എവിടെയെങ്കിലും അവസാനം ഏതെങ്കിലും വിശക്കുപ്പിയുടെ മുമ്പിലുണ്ടാകും, അല്ലെങ്കിൽ കയറിൽ തൂങ്ങിയാടുന്നുണ്ടാവും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ സഹോദരിമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട മാതാവ് മാസങ്ങൾ എടുക്കുമ്പോ പിന്നെ ബേജാറാണ്. ഓരോ മാസം കൂടുന്നതനുസരിച്ച് ബേജാറും വിഷമവും കൂടാണ്. 9 മാസവും 14 ദിവസവുമായപ്പോ നമ്മളൊക്കെ പുറം ലോകത്തേക്ക് കടന്നു വരാൻ സമയമായപ്പോ പ്രിയപ്പെട്ട മാതാവ് ഒറ്റപ്പെട്ട് ലേബർ റൂമിൽ കിടക്കുക. എത്ര വേദന എന്നറിയോ? ഒരു കുഞ്ഞു പുറത്തേക്ക് വരുമ്പോ ഓരോ മാതാവും അനുഭവിക്കുന്ന വേദന, ആ ഒരു വേദനയ്ക്ക് പകരം കൊടുക്കാൻ നിന്റെ കോടികൾ മതിയാവൂല. നീ ആ ഉമ്മയുടെ കാട്ടം ചുമന്നാലും മതിയാവൂല. ആ ഉമ്മയുടെ മൂത്രം എത്ര കാലം ചുമന്നാലും മതിയാവൂല. ആ ഉമ്മ എത്ര നാള് സേവനം ചെയ്താലും മതിയാവൂല. ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന ഒരു മാതാവ് ഒരു കുഞ്ഞിനെ നോർമൽ ഡെലിവറിയിലൂടെ, ഒരു സാധാരണ പ്രസവത്തിലൂടെ, ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ വയറ്റിൽ നിന്ന്, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞ് പുറത്തേക്ക് കടന്നു വരുമ്പോ 20 എല്ലുകൾ ഒന്നിച്ചു പൊടിയുന്ന വേദനയാ. 20 എല്ലുകൾ പച്ചയായ ജീവനുള്ള അസ്ഥികൾ ഒന്നിച്ചു വന്നൊടിച്ചാൽ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റൂല. നമ്മുടെ കയ്യിലുള്ള വിരൽ തുമ്പുണ്ടല്ലോ, ആ വിരലിന്റെ ഇടയിലുള്ള ചെറിയ, അതിന്റെ ഉള്ളിൽ ചെറിയ എല്ലുണ്ട്. ആ എല്ലൊന്നൊടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരാളെ കൊണ്ട് നൊടിപ്പിക്കാൻ പറ്റുമോ? 20 അസ്ഥികൾ ഒന്നിച്ചു വടിയുന്ന വേദന സഹിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരിമാരും മാതാക്കളും സദസ്സിലേക്ക് ദുആരക്കാരെ വസിയത്ത് ചെയ്യുകയാ. ലിസ്റ്റ് വായിക്കുമ്പോ വായിക്കും, ഗർഭിണിയായ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500, 1000, 2000, 5000, 50,000 എന്താ എത്ര ആവട്ടെ, നിങ്ങളുടെ പൾസനുസരിച്ച് കൊടുത്തോളി. എന്തിനാ ഗർഭിണിയായ സഹോദരിക്ക് ഒന്ന് പറയുമേ? എന്തിനാ ദുആ വെക്കുന്നത്? ഗർഭിണിക്ക് എന്തിനാ ഫുട്ബോൾ കളിക്കാനോ? അതാ ചോദിച്ചത്. സൂസു ആക്കിയാൽ അറിയണ്ടായോ? ഇതൊക്കെ ആലോചിക്കണം. നേരത്തെ കണ്ട് അള്ളാഹു അവർക്ക് എത്തിക്കട്ടെ. എടാ ആമീൻ പറ, അള്ളാഹു അവർക്ക് എത്തിക്കട്ടെ. അപ്പോ എന്തിനാ? സുഖപ്രസവം അല്ലേ? ആ സുഖപ്രസവത്തിന്റെ സുഖം ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങൾ ആ വാക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ വാക്കിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് വരെ സംഭാവന നിന്ന് ദ്വാരപ്പിക്കുക. സുഖപ്രസവം ആരാ പേരിട്ടത്? ഞാൻ നിങ്ങളോ? മക്കളോടുള്ള ആത്മാർത്ഥതയും സ്നേഹം കൊണ്ട് ആ 220 എല്ലുകൾ ഒന്നിച്ചടിയുന്ന ഏറ്റവും വലിയ വേദനയുടെ മരണസമാനമായ, അല്ലെങ്കിൽ മരണത്തിന് തൊട്ടു താഴെയുള്ള അതികഠിനമായ വേദന. ആ വേദനയ്ക്ക് ഓരോ അമ്മമാരും ഇട്ട പേര്, ഓരോ ഉമ്മമാരും വിളിക്കുന്ന പേര് സുഖപ്രസവം. ആർക്കാ സുഖം? ആർക്കാണോ? എനിക്കും നിങ്ങൾക്കും ആരോഗ്യമുള്ള ഒരു പ്രസവമായിരിക്കും. ഒരു സാധാരണ പ്രസവത്തിലൂടെ കുട്ടികൾ ആരോഗ്യവാന്മാരായിരിക്കും. അവർക്ക് എന്താണ്? അവർക്ക് മരണസമാനമായ വേദനയാ. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ വിളിച്ചതാണ്, ഇട്ട പേരാ സുഖപ്രസവം. അല്ലാഹു തആല സന്തോഷമുള്ള പ്രസവം കൊടുക്കുമാറാകട്ടെ. അവരുടെ വേദനകൾ അല്ലാഹു തആല കുറച്ചു കൊടുക്കുമാറാകട്ടെ. ചില്ലറ കളിയൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മാനെ വേദനിപ്പിച്ചാൽ, ആ പ്രിയപ്പെട്ട ഉമ്മ, അപ്പൊ നമ്മളിപ്പോ 9 മാസത്തെ കാലം വളരെ ചെറിയ സമയം കൊണ്ട് അങ്ങ് പറന്നു കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് വന്നു. അൽഹംദുലില്ലാഹ്.
ആ പ്രിയപ്പെട്ട മാതാവിന്റെ മാറോട് ചേർത്ത് വെച്ച് അമ്മിഞ്ഞ നമുക്ക് തരുമ്പോൾ ആ പ്രിയപ്പെട്ട മാതാവിനുള്ള സന്തോഷം എത്രയാ. എന്നിട്ട് രാപ്പകലുകൾ ഉറക്കമില്ലാതെ എന്റെയും നിങ്ങളുടെയും ശരീരത്തെ നോക്കി അവൾ ചരിഞ്ഞു കിടക്കുകയാ. ഒന്നാലോചിച്ചു നോക്ക്, നമുക്ക് ഓർമ്മയില്ല നമ്മുടെ കുഞ്ഞിളം കവളിൽ തൊട്ടും തലോടിയും കാലിലും കയ്യിലും തൊട്ടും തലോടിയും എത്രയോ നാൾ ഉറക്കമില്ലാതെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുമ്പോൾ സ്നേഹത്തണലിന് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവര്, അവർക്ക് എത്ര ഖിദ്മ ചെയ്താലും തീരൂല്ല. ഒന്നാലോചിച്ചു നോക്ക്, ചില്ലറക്കളിയല്ല. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ ഖലീഫ തങ്ങളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറമോനെ, എന്താ കാര്യം? എന്റെ പ്രിയപ്പെട്ട ഉമ്മ രോഗശയ്യയില. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ഞാൻ ചെയ്യുന്നുണ്ട് തങ്ങള്. എന്റെ ഉമ്മാനോടുള്ള കടമ വീടുമോ? എന്റെ ഉമ്മാനോടുള്ള കടമ പൂർത്തിയാകുമോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ല പൊന്നുമോനെ, നിന്റെ ഉമ്മയ്ക്ക് നീ എന്ത് സേവനമാടാ ചെയ്തത്? ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ തളർവാദം പിടിച്ച് കടക്കയിൽ ഒറ്റക്കടപ്പ, അനങ്ങാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന് വിശക്കുമ്പോൾ ഉമ്മാനോട് ചോദിക്കും, ഞാൻ ഇഷ്ടമുള്ള ഭക്ഷണ പാനീയങ്ങൾ ഞാൻ തന്നെ കിച്ചണിൽ പോയി പാചകം ചെയ്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഒരു കയ്യിൽ ഇങ്ങനെ പൊക്കയിരുത്തിയിട്ട് എന്റെ ഉമ്മാന്റെ വായിലേക്ക് നുള്ളി വെച്ചു കൊടുക്കും. ഞാൻ ആ ത്യാഗം ചെയ്യുന്ന ആളാ. മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്ന കിടക്കയിൽ കിടന്ന് കാഷ്ടിക്കുകയാ, കിടക്കുന്ന കിടക്കയിൽ കിടന്ന് മൂത്രിക്കുകയാ. അത് ഞാൻ വാരിക്കൊണ്ടു പോകുമ്പോ എനിക്ക് പ്രയാസമില്ല. ആ ഉമ്മാനെ ശുദ്ധിയാക്കുമ്പോ എനിക്ക് സന്തോഷമായി, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല. മാത്രമല്ല തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, ആ മാതാവിനോട് ഞാൻ അടുത്ത് ചെന്ന് പറയും, ഉമ്മ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണോ ഉമ്മ? നിങ്ങൾ ഇവിടെ ഏറെ നാളായിട്ട് ഈ ബെഡിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസം തോന്നേണ്ട ഉമ്മ. നടക്കാൻ കഴിയാത്തത് കൊണ്ട്, അനങ്ങാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ മടിക്കേണ്ടതില്ല ഉമ്മ. എവിടെയെങ്കിലും പോണോ, ഞാൻ നിങ്ങളെ ചുമന്നുകൊണ്ട് പോകാം. എന്റെ ഉമ്മ ഇടക്കിടക്ക് ഓരോ സ്ഥലങ്ങൾ പറയുമ്പോൾ ഉമർ തങ്ങൾ എന്റെ ഈ ചുമരിലേറ്റിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മായുമായിട്ട് എത്ര ദൂരം, ഞാൻ ഒരുപാട് ദൂരം നടന്നിട്ടുണ്ട് തങ്ങള്. എന്റെ ഉമ്മാനോടുള്ള കടമ പൂർത്തിയായോ? ഉമർ തങ്ങൾ പറയുന്നു, ഇല്ല പൊന്നുമോനെ, കടമ പൂർത്തിയായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവര് ചിന്തിച്ചു നോക്കാ, ചെറുപ്പക്കാരൻ ആദ്യമായി പറഞ്ഞത് ഭക്ഷണം കൊടുക്കുന്ന കാര്യമാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് പ്രിയപ്പെട്ട ഉമ്മ ചെറുപ്പകാലത്ത് ഭക്ഷണം തന്നിട്ടുണ്ട്. ഉമർ തങ്ങൾ കാര്യം പറഞ്ഞു കൊടുക്കുകയാ. ഒന്നാലോചിച്ചു നോക്ക്, ചെറുപ്പകാലത്ത് നമുക്ക് ഭക്ഷണം തരുമ്പോൾ നമ്മളോട് ചോദിക്കാറില്ല. നമ്മുടെ വിശപ്പ് കണ്ടറിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ട് തരുമ്പോൾ പലപ്പോഴും നമ്മുടെ വയറുകഥ കാലിയായിരിക്കും. പക്ഷേ നമ്മൾ ആ ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ ഉരുളകൾ ഉരുട്ടിയിട്ട് ഭക്ഷണപാത്രവുമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ അതാ പൂമ്പാറ്റകളെ ചൂണ്ടിക്കാണിക്കുകയാ, ആകാശത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാ, പറന്നു പോകുന്ന പറവുകളെ ചൂണ്ടിക്കാണിക്കുകയാ, പോകുന്ന വാഹനത്തെ ചൂണ്ടിക്കാണിക്കുകയാ. അങ്ങനെ നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചു വിടുകയാ. എന്നിട്ട് നമ്മൾ അറിയാതെ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ഉമ്മ ആരുണ്ട്? എന്റെ പ്രിയപ്പെട്ടവര്, ആരാ ഇത്രമേൽ നമുക്ക് ട്രീറ്റ് ചെയ്തത്? ആരാ നമ്മളെ ഇത്ര സ്നേഹിച്ചത്, സേവിച്ചത്? എന്റെ പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് ഉമ്മ തന്ന ഭക്ഷണത്തിന്റെ അത്രയും ആകൂല്ല. എന്റെ പ്രിയപ്പെട്ടവര്, രണ്ടാമതാ ചെറുപ്പക്കാരൻ പറഞ്ഞതെന്താ? ഉമ്മയുടെ കാട്ടവും മൂത്രവും ഞാൻ വായുന്നുണ്ട്, കിടക്കയിലെ വൃത്തിയാക്കുന്നുണ്ട്. എന്നാൽ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ട മാതാവ്, നമ്മള് ചെറുപ്പകാലമായിരിക്കുമ്പോ നമ്മുടെ ബാത്റൂം എവിടെയാ? നമ്മള് കിടക്കയിലാണോ നമ്മൾ കാട്ടിച്ചത്? ഉമ്മാന്റെ ശരീരമായിരുന്നില്ലേ നമ്മുടെ കക്കൂസ്? ഉമ്മാന്റെ ശരീരമായിരുന്നില്ലേ നമ്മുടെ ബാത്റൂം? എത്ര തവണയാ
പ്രിയപ്പെട്ട ഉമ്മാന്റെ ശരീരത്തിൽ നമ്മൾ കാട്ടിച്ചത് മൂത്രിച്ചത്, എത്ര തവണ ഡ്രസ് മാറി ഒരു ദിവസം മാറി മാറി ഉടുക്കേണ്ടി വന്നാലും, എത്ര തവണ കുളിക്കേണ്ടി വന്നാലും, ശരീരം കഴുകേണ്ടി വന്നാലും ആ ഉമ്മ വെറുപ്പോടുകൂടി നമ്മളെ നോക്കിയിട്ടുണ്ടോ? നമ്മള് ശല്യമായെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ കുട്ടി എന്ത് ശല്യമായ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം 100 വട്ടം കുളിക്കേണ്ടി വന്നാലും പിന്നെയും നമ്മളെ മാറോട് ചേർത്ത് വെച്ച് ചുംബനം തരുന്ന ആ സ്നേഹക്കടലിനെ മറന്നിട്ട് ഏത് കളിയാ മോനെ നീ കളിക്കുന്നത്? അള്ളാഹു വെറുതെ എവിടോലെ ചിന്തിക്കാനാ പറയുന്നത്. പിന്നെ എന്താണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്? ഉമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളില് ഞാൻ ഉമ്മയെ തോളിലേറ്റുമെന്നാ പറഞ്ഞത്. എന്നെയും നിങ്ങളെയും എടുത്തുകൊണ്ട് ഉമ്മ എത്ര നടന്നിട്ടുണ്ട്. ഉമ്മയുടെ കയ്യും കാലും കടച്ചിൽ വരുമ്പോൾ നമ്മളോട് പറയുന്നു മോളെ മോനെ ഒന്ന് നിൽക്കെന്റെ കൈവേദന എടുക്കുന്നു. നമ്മളെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് താഴോട്ട് ഇങ്ങനെ ഇരുത്തുമ്പോൾ നമ്മളങ്ങ് കരയുകയാ, ഉമ്മാന്റെ വേദന മറക്കുകയാ. ഉമ്മ പിന്നെയും എടുക്കുകയാ. വേച്ച് എത്ര ദൂരം നടന്നിട്ടുണ്ട് നമുക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാ പ്രിയപ്പെട്ട ഉമ്മാനെ മറന്നൊരു കളിയും നീ കളിക്കല്ലേ. ആ ഉമ്മാനോടുള്ള കടമ ചെറുതല്ല, ആ പ്രിയപ്പെട്ട പിതാവിനോടുള്ള കടമ ചെറുതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയാൽ പോലും പ്രതിഫലമാ മുഹമ്മദ് മുസ്തഫ. വെറുതെ നോക്കിയാ മതി, വെറുതെ നോക്കിയാ മതി. ഇപ്പോഴോ മനുഷ്യന് നോക്കാൻ ദാരിദ്ര്യമുള്ള സമയം. ആരുടെ മുഖത്ത്? ആരുടെയും മുഖത്ത്. എന്താ കാരണം? ആരുടെയും മുഖത്ത് നോക്കാൻ മനുഷ്യന് അവനെന്റെ മുഖത്തൊന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ കൊതിക്കുന്ന കാലം. എന്റെ ഭർത്താവ് എന്റെ മുഖത്ത് നോക്കിയെന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഭാര്യമാര് കൊതിക്കുന്ന കാലം. എന്റെ ഭാര്യ എന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട് അവള് സംസാരിച്ചിരുന്നെങ്കിൽ. എല്ലാവർക്കും മുഖത്ത് നോക്കാൻ ദാരിദ്ര്യമുള്ള സമയം. പിന്നെ എവിടെയാ നോക്കുന്നത്? പിന്നെ എന്തോണ്ടേ? അത് ശരിയാ. എന്നിട്ട് വിളിച്ചാ എല്ലാം മറക്ക. ഇവിടെ വെറ്റില ചുണ്ണാമ്പ് വെച്ചോണ്ടിരിക്കുക അല്ലേ? അലശോക നിങ്ങൾ ഒരല്പം ഫ്രീ ടൈം കിട്ടിയാൽ ഉടനെ എടുക്കുക. ഫ്രീ ടൈം നമുക്കില്ല. ഇമാമ് കുത്തുപോകുമ്പോഴും പാപ്പടന്ന പായന്റെ സൈഡിലോട്ട് വെച്ചിട്ട് അവനിങ്ങനെ പഹയൻ വാട്സാപ്പ് വെക്കുക. ഓരോനെ ഹായ് അടിക്കുന്നു, അങ്ങോട്ട് അടിക്കുന്നു, ഇങ്ങോട്ട് അടിക്കുന്നു, മൊബൈൽ സൈഡ് വെച്ചിരിക്കുക അല്ലേ? അന്ത്യനാളിന് വലിയ അടയാളമൊന്നും വരാനില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ദ്രുതഗതിയിലാണ് വളർച്ച. മൊബൈലില്ലാത്ത ആരെങ്കിലും കൂട്ടത്തിൽ ഉണ്ടോ? എനിക്കത് ചോദിക്കാൻ പേടിയാ. ഞാൻ മുമ്പ് ഇതുപോലെ കോഴിക്കോട് ജില്ലയിൽ ഒരു പരിപാടിക്ക് പള്ളിയുടെ ഉള്ളിൽ വെച്ചാൽ പരിപാടിക്ക് ഞാൻ ഇതുപോലെ ചോദിച്ചു. മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോഴേ ഞാൻ ചോദിച്ചു, ഒരു 15-20 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 18 വർഷത്തിന് മുമ്പ് മൊബൈലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു കൈയൊന്ന് നോക്കിയേ. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു 15-20 വർഷത്തിന് മുമ്പ് മൊബൈലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ? അപ്പൊ എത്ര സ്പീഡായെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഇപ്പൊ മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് കൈവക്കാൻ പറഞ്ഞു. ഇവിടോ. അപ്പോൾ സുബ്ഹാനല്ലാഹ് ഫ്രണ്ടിലിരുന്ന ഉപ്പാപ്പ ചാടിയാൻ എഴുന്നേറ്റ്. അപ്പൊ വിചാരിച്ച് ഞാൻ ഈ മൊബൈൽ ഇല്ലാത്തവർക്ക് മൊബൈൽ കൊടുക്കുന്ന എന്തോ സ്കീമുമായിട്ട് വന്നതാണെന്ന് വിചാരിച്ച് സാധു എനിക്കില്ല ഉസ്താദ്, എന്റെ പേര് ചാടി എഴുന്നേറ്റ്. ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ മോനെ എനിക്കറിയാമായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞിടാ പാപ്പായിക്ക് മൊബൈൽ മേടിച്ചോളൂ. എന്തായിരുന്നാലും നീ കുറെ നാളായില്ലേ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നത്, പ്രായം ചെന്ന മനുഷ്യനാണ്, അത് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നിപ്പോ ഒരു മൊബൈലല്ല, 2 മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ചെറുപ്പക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ കൈ എത്ര പൊങ്ങാനുണ്ടാവും? 3 സിം ഇല്ലാത്ത അതൊക്കെ അല്ലേ? ഒരു സിം ഒരു മൊബൈലിലെ കാലം കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? അല്ലാഹു സർവ്വതും ഫസാദും വിത്തനയിലുമായി പോയി. മുഖത്ത് നോക്കി സംസാരിക്കാൻ ആർക്കും സമയമില്ല. എല്ലാവരും അല്ലേ? ആര് സംസാരിക്കുമ്പോ അവരോട്. സുബ്ഹാനല്ലാഹ്, ഈ മൊബൈൽ കാണും അടുക്കളയിൽ വെച്ച് പാസ്വേഡ് ഇല്ലാത്ത, നമ്മൾ 16 പാസ്വേഡ് ഇട്ട് നടക്കണം, അത് വേറെ കാര്യം. പാസ്വേഡ് ഇല്ലാത്തൊരു ജീവിതത്തിന് അല്ലാഹു തആല ഒരു കുടുംബ ഒരു ഫാമിലി സെറ്റപ്പിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് കുറച്ച് കഴിയും ഉസ്താദേ. നമ്മളെ പാസ്വേഡൊക്കെ മാറ്റി കൊടുത്താലും മതി. ഇവിടെ കലക്കട്ടെ പോ ഉസ്താദില്ലേ. ചെറുമുക്കിലൊക്കെ കലക്കാനല്ല, കലങ്ങ് തെളിയിക്കാനാണ് ഞാൻ പറയുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എങ്ങനെ
നിങ്ങൾ ഇനി അവിടെ പോയി സൗകര്യമാരെ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഇന്ന് മാറ്റിത്തരണേ നിങ്ങളുടെ പാസ്വേഡ്. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഉള്ള പാസ്വേഡ് കിടന്നോട്ടെ, അതൊക്കെ അയച്ചു തരും, അവർക്ക് എത്തിയിട്ട്. അതിന് മുമ്പ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, ചില നമ്പരൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാനും ചിലതൊക്കെ ഉണ്ട്. അതൊക്കെ ആക്കിയിട്ട് നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കൈ തരും. അതുവരെ നിങ്ങൾ ബേജാറ് കാണിക്കുന്നത് അവർക്ക് എത്തിയട്ടെ. ഈ മൊബൈൽ ഫോൺ അടുക്കളയിൽ വെച്ച് മറന്നുപോയി, പാസ്വേഡ് ഇല്ലാത്ത അല്ലെങ്കിൽ ലോക്ക് ഇല്ലാത്ത മൊബൈൽ ഫോൺ അടുക്കളയിൽ വെച്ച് മറന്നുപോയിട്ട് സ്വസ്ഥമായിട്ട് 2 മണിക്കൂർ പുറത്ത് കറങ്ങി തിരിച്ചു വരാൻ പറ്റുന്ന ചെറുപ്പക്കാർ എത്ര ഉണ്ട്? റോട്ടിൽ വെച്ചേ തപ്പലോടെ തപ്പല്, അയ്യോ എന്താണ് എന്തോ ചുറുമ്പ് അടിക്കുന്നു, അല്ല എന്റെ മൊബൈല് അടുക്കളയിലിരിക്കുക, ഇന്ന് കലങ്ങും മോനെ, ഇന്ന് മൊത്തം കലങ്ങൂടാ അല്ലേ? ബേജാറാണ്. മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരുടെയും നോട്ടം സ്ക്രീനിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ നോട്ടത്തിന് ദാരിദ്ര്യമുള്ള സമയമാണ്. അപ്പൊ ഇതേറെ പ്രസക്തിയോടുകൂടി പറയേണ്ട സമയം ഏത്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, 3 കാര്യങ്ങളിലേക്ക് നോക്കുമ്പോ തന്നെ അല്ലാഹു പ്രതിഫലം നൽകുകയാ. 3 കാര്യങ്ങള് നോക്കിയാൽ പ്രതിഫലമാ, വേറെ ഒന്നും ചെയ്യണ്ട, നോക്കിയാൽ പ്രതിഫലമാ. അതിലൊന്നാമത്തെ കാര്യമേതാ? പരിശുദ്ധമായ കഅബാലയമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹു കൺകുളിർക്ക് കാണാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ, കണ്ടവർക്ക് ഇനിയും കാണാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ആ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയം നോക്കുമ്പോൾ അല്ലാഹു പ്രതിഫലം തരുകയാ. എത്ര കണ്ടാലും കഅബാലയം കണ്ടു മടുത്തു നാനും പറഞ്ഞിട്ടില്ല. കഅബാലയം കണ്ടിട്ട് കൺകുളിർമയോ കൂടിയിട്ടേ ഉള്ളൂ, മടുത്തു നാനും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കാര്യം കഅബാലയമാ. രണ്ടാമത് നോക്കുമ്പോ പ്രതിഫലമുള്ള രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ കലാമാ, പരിശുദ്ധമായ കലാമാ, റബ്ബിന്റെ ഖുർആനാ. ആ ഖുർആൻ നോക്കുമ്പോ തന്നെ പ്രതിഫലമാ. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, എന്നാൽ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഖുർആൻ ഓതണ്ടല്ലോ, ഖത്മ് തീർക്കണ്ടല്ലോ, നോക്കിയാ മതിയല്ലോ, പ്രതിഫലം ഉണ്ടാകുമല്ലോ. നോക്കുന്നതിന്റെ പ്രതിഫലമേ ഉള്ളൂ. പാരായണം ചെയ്തതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ പാരായണം ചെയ്യണം, ഖത്മ് തീർത്തതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഖത്മ് തീർക്കണം. നോക്കിയാൽ പ്രതിഫലം ഉണ്ട് എന്നേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യമേതാ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖമുണ്ടല്ലോ. 2 മിനിറ്റ് നേരം നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരുന്ന ഒരു ദിവസത്തെ കുറിച്ച് പറയാൻ നിനക്കേറെ ആലോചിക്കേണ്ടി വരും. മണിക്കൂറുകളോളം പല ആളുകളുടെയും മുഖത്ത് നീ നോക്കിയിരുന്നിട്ടുണ്ട്, അവരുടെ എക്സ്പ്രഷൻ നോക്കിയിരുന്നിട്ടുണ്ട്, പല ഡിസ്പ്ലേയിലും മണിക്കൂറുകൾ നീ നോക്കിയിരുന്നിട്ടുണ്ട്. 2 മിനിറ്റ് നീ ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ? അത് നീ ശ്രദ്ധിക്കേണ്ടതില്ല. നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ സ്നേഹത്തോടെ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോ ചില ആളുകൾ ചിന്തിക്കും, ഉസ്താദേ നിങ്ങളിത് പറയുമ്പോ കൽബ് പൊടിയുന്നുണ്ട്, പക്ഷെ എന്റെ ഉമ്മ ഖബറില്ല, എന്റെ വാപ്പ ഖബറില്ല, ഞാൻ ചില അനിഷ്ടങ്ങൾ ജീവിതത്തിൽ നടത്തിപ്പോയിട്ടുണ്ട്, എന്താണ് ചെയ്യുക? ആ സമയത്ത് ചെയ്യാനുള്ളത് ആ സമയത്ത് ചെയ്തേ പറ്റൂ. എങ്കിലും ഒരു ചെറിയ വർത്തമാനം ഇമാമിങ്ങൾ ഒരു കീല പറയുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവർ, എന്താണെന്നറിയുമോ? സുലാനിൽ വാലിദൈനി ഇദാ മാതാ സാഹിതൈനി അലൽ വലദ ഹൽ യുംകിനു അൻ യുർദിഹിമാ ബഅദ വഫാതിഹിമാ. ഉമ്മയും വാപ്പയും മരിച്ചുപോയി. ഉമ്മയും വാപ്പയും മരിച്ചു. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ഒരുപാട് ഉമ്മപ്പമാരുണ്ട്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചെങ്കിൽ മരിച്ചതിന് ശേഷം അവരെ പൊരുത്തപ്പെടിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? അതാണ് ചോദ്യം. എന്തെങ്കിലും വകുപ്പുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കീലയാണ്, വലിയ ബലമുള്ള കല്ലൊന്നുമല്ല, ചെറിയൊരു സമാധാനത്തിന് പറയാണ്. ജീവിച്ചിരിക്കുമ്പോ സമ്പാദിക്കാനുള്ളതാണ് അമ്മയും മാത്രം. മരിച്ചതിന് ശേഷം ചെറിയൊരു സമാധാനത്തിന് ഒരു കാര്യം പറയാം, ഇതെങ്കിലും ചെയ്തോളൂ അറ്റ്ലീസ്റ്റ് എന്നൊരു വർത്താനത്തിന് വേണ്ടി പറയാണ്.
എന്താണ് മരണപ്പെട്ടതിനു ശേഷം ആ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ ചെയ്യാറുള്ളത്? മൂന്ന് കാര്യമാണ്. അവലുഹാ അയ്യകൂന സാലിഹാ. ഒന്നാമത്തെ കാര്യം അവൻ നന്നാകലാണ്, അവൻ സ്വാലിഹായി മാറണം. ഏത് കാര്യത്തിന്റെയും സ്വീകാര്യത അവിടെയാണ്. അവൻ നന്നാകലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഉമ്മയല്ലേ മരിച്ചിട്ടുള്ളൂ, വാപ്പയല്ലേ മരിച്ചിട്ടുള്ളൂ, അവരുടെ ബാക്കിയുള്ള ബന്ധുജനങ്ങൾ അവിടെയുണ്ടല്ലോ. ഉമ്മയുടെ കുടുംബക്കാരുണ്ട്, വാപ്പയുടെ കുടുംബക്കാരുണ്ട്, അവരോട് മാന്യമായി പെരുമാറണം. ആ വാപ്പയുടെ സുഹൃത്തുക്കളോട് മാന്യമായി ബന്ധം പുലർത്തണം. മാത്രമല്ല മൂന്നാമത്തെ കാര്യം ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. അവർക്ക് വേണ്ടി ദുആരക്കണം. അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യണം. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. എന്തെങ്കിലും അനിഷ്ടം വന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഹയാത്തിലുണ്ടെങ്കിൽ, മക്കളെ സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പെണ്ണാകട്ടെ ആണാകട്ടെ ആരുമാകട്ടെ, ആ ഉമ്മയുടെ അടുക്കല് പോകണേ, അവരുടെ കൈയൊന്ന് പിടിക്കണേ. ഉപ്പയുടെ അടുക്കല് പോകണേ, അവരെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടിക്കണേ. ഒരു നഷ്ടവും നമുക്ക് വരാനില്ല, ഒരു നഷ്ടവും വരാനില്ല. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. നല്ല അച്ചടക്കമുള്ള നല്ല അച്ചടക്കമുള്ള അന്തരീക്ഷം നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടൊരൊറ്റ വർത്തമാനം പറയുന്നു, ഉപ്പമാരോടൊരൊറ്റ വർത്തമാനം പറയുന്നു. പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വിഷമിപ്പിക്കുമ്പോ പല മക്കളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യാനാ ഉസ്താദ്, ഉമ്മയല്ലേ സ്വർഗമല്ലേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭാര്യയല്ലേ അത്, ഞാൻ അവളെ അടിച്ചിറക്കാൻ പറ്റുമോ, ഞാൻ അവളെ തെറി പറയാൻ പറ്റുമോ, ഞാൻ അവൾക്കൊരു വസ്ത്രം മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ, ഞാൻ അവൾക്കൊരു ആഭരണം മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നാണം കെട്ട പണി നിങ്ങൾ കാണിക്കല്ലേ ഉമ്മ. നല്ല പക്വമതികളായ പ്രവർത്തനം നടത്തണേ ഉമ്മ. ആ മക്കളുടെ മരുമക്കളുടെ ആ മക്കളുടെ നിങ്ങളുടെ മക്കളാണ് രണ്ടുപേരും. അവരുടെ സന്തോഷം നിങ്ങൾ മുന്നിൽ കണ്ടിട്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതം ഖൈറിലാക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു ഉപദേശം പറഞ്ഞെന്നേ ഉള്ളൂ, കൂട്ടത്തിൽ എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് കണ്ടറിഞ്ഞ് പ്രിയപ്പെട്ട കണ്ടറിഞ്ഞ് പ്രിയപ്പെട്ട മക്കളുടെ പരലോകം നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുമുണ്ട്. ഇൻഷാ അല്ലാഹ് വിശാലമായി മറ്റൊരു സമയത്ത് പറയാം. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ.